കൃപ പുനരുദ്ധരിക്കാനുള്ള ആദ്യ നടപടി എന്ന് പറയുന്നത് അനുതാപമാണ്. ഒരുപക്ഷെ ഞാൻ പറയും അവസാന നടപടി അത് തന്നെയാണ്. നമ്മൾ സ്നേഹമുള്ള ദൈവത്തോട് കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞപ്പോഴാണ് ഒരു രസമുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ മുറി ഇരിക്കിയിരുന്നു. അപ്പോൾ ഒരു ഈച്ച വന്നിട്ട് എൻ്റെ മുഖത്തടിക്കുന്നുണ്ട്. എൻ്റെ മുറിയിൽ അങ്ങനെ ഈച്ച കയറേണ്ട കാര്യമില്ല. പിന്നെ ആരെങ്കിലും ഇവരൊക്കെ കിച്ചൻകാർ കാപ്പിയും കൊണ്ട് കയറുമ്പോൾ അതിൻ്റെ കൂടെ കയറി പോരണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര അലർജിയാണ് ഈ ഈച്ചയെ കാണുന്നത്. ഈച്ച വന്നിട്ട് എൻ്റെ നെറ്റിക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ തട്ടി കളയുന്നുണ്ട്. പിന്നെയും ഞാൻ ഇരുന്നുകൊണ്ട് എഴുതുക വരയ്ക്കുകയൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈച്ച ചെവിയെ വന്നിരിക്കും. അപ്പോൾ ഇവിടെ കൊടുക്കും അടി. അപ്പോൾ പിന്നെ ഈച്ച ഇവിടെ വന്നിരിക്കും. ഈച്ചയുടെ അവസ്ഥ അറിയാമല്ല, ഒരു ബുദ്ധിബോധം ഇല്ലാത്ത സാധനം. അത് നമ്മളെ ടാർഗറ്റ് ചെയ്താൽ പിന്നെ നമ്മളേക്കൊന്നും പോകത്തില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ വിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനുടനെ വിറഞ്ഞാലും ഞാൻ കർത്താവിനെ വിളിക്കും. ഞാൻ പറഞ്ഞു, കർത്താവേ ഈ സാധനം ചത്ത് വീഴണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചത്ത് വീഴണം, ഒറ്റടി വെച്ച് കൊടുക്കും. എൻ്റെ നെറ്റിക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറയണതാണ്. ഇപ്പോൾ കർത്താവിടെ ഇരിപ്പുണ്ടല്ല, ഇപ്പോൾ മേമ്പൊടി ഈ ആൾക്കാരിങ്ങനെ കൊച്ചു കഥ പറഞ്ഞവർ പറയുകയല്ല, ഉള്ള സത്യം പറയത്തുള്ളൂ. അതായത് ഞാൻ എൻ്റെ നെറ്റിക്ക് വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ എന്നെ അടിക്കാൻ പോവുകയാണ്, ഈ ചത്ത് വീഴണത് ആണ് നിൻ്റെ തീരുമാനിച്ചെങ്കിൽ ഇപ്പോൾ ചത്ത് വീഴുമെന്ന് പറയും. ഞാൻ ഒറ്റ അടി വെച്ച് കൊടുത്ത് എൻ്റെ കണ്ണട 2 കഷ്ണമായിപ്പോയി. എന്ത് പറയാനാണ്. ഞാനും മനോജും ഡ്രൈവറും കൂടി ഉടനെ കണ്ണടയും പിടിച്ച് അത് ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് പോയി, ചേർത്തല വാങ്ങിച്ച സ്ഥലത്തേക്ക്. ഞാൻ 2 കഷ്ണമായി പോയി നിങ്ങൾ തന്ന കണ്ണട. ഞാൻ അടിച്ചതാണെന്നുള്ളതാണ് സത്യമാണ്. ഞാൻ അവിടെ അത് മറച്ചൊന്നും വെച്ചില്ല. പക്ഷേ ഈ കണ്ണട എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അത് വേറെ കണ്ണട വാങ്ങിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണത് ഇത് ഞങ്ങളുടെ കണ്ണട അല്ലെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്, ഇതെന്ത് പരിപാടി. എനിക്കാണെങ്കിൽ കുറേ ദിവസമായിട്ട് കണ്ണ് കഴക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഈ കണ്ണട വെച്ചിട്ടും എനിക്ക് കണ്ണ് കാണാനൊന്നും പറ്റണില്ല. ഞാൻ അലസത്തേനോട് ചോദിക്കുകയായിരുന്നു ഒരു ദിവസം, അച്ഛൻ എന്താ 2 കണ്ണടയും വെച്ചുകൊണ്ടിരിക്കണമെന്ന്. അതാണ് അലസത. അതേ പോകുമ്പോൾ ഞാൻ 2 കണ്ണടയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം, ഒരു കണ്ണട ഓൺലൈനിൽ വരുത്തിച്ച് ഈ റീഡിങ് ക്ലാസ്, ഈ ക്ലാസ്സിൻ്റെ കൂടെ വേറൊരു റീഡിങ് ക്ലാസ് കൂടി വെച്ചിട്ട് പോലും അക്ഷരങ്ങൾ ഡബിളായിട്ട് കാണുന്നു. എന്നാലും വേറെ മാർഗ്ഗമൊന്നുമില്ല, കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, ഇത്രയും നാളല്ലേ അയാൾ മേടിച്ചിട്ട്. ഇനി ഇത് നമ്മൾ പെട്ടെന്ന് വേറെ മേടിക്കുമ്പോൾ ധാരാളിത്തമായി പോകത്തില്ലേ. അതുകൊണ്ട് കണ്ണ് കഴിച്ചെങ്കിലും ഞാൻ കരു അടിച്ചെങ്കിലും ഇങ്ങനെ സഹിച്ചിരിക്കുമ്പോഴാണ് ഈച്ച വരുന്നത്. കൊടുത്തനടി 2 കഷ്ണം. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ ഇത് ഞങ്ങൾ തന്ന കണ്ണടയാണിത്, പക്ഷേ 6 കൊല്ലം മുമ്പ് തന്നതാണ്. അച്ഛൻ 4 മാസം മുമ്പ് ഒരു കണ്ണട ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് ശരിയാ, അതാണ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചോണ്ട് നടക്കണത്. രതീഷ് പറ്റിച്ച പണിയാണ്. ഞാൻ അമേരിക്കയെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ രതീഷ് ഒരു കണ്ണട എടുത്ത് എൻ്റെ ബാഗിൽ വെച്ച് തന്നു. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ എൻ്റെ കണ്ണൊക്കെ കടക്കുന്നുണ്ട്. തിരിച്ചത് തന്നെ കൊണ്ടു. എനിക്കറിയാൻ പാടില്ല. ഞാനോർത്ത് ഇത് തന്നെ എനിക്ക് നമ്മൾ വാങ്ങിച്ച കണ്ണടയെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ അത് വെച്ചിട്ട് നടക്കുകയാണ്. കണ്ണാണെങ്കിൽ കണ്ണ് കാഴ്ച പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഇനി മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ സാധനം അടിച്ച് പൊട്ടിച്ച്. പക്ഷേ കടയിൽ ചെന്നപ്പോൾ അവർ പറയുകയാണ്, ഇത് ഞങ്ങൾ തന്ന 6 കൊല്ലം മുമ്പ് തന്ന കണ്ണടയാണ്. അച്ഛൻ്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ് ഈ ടെസ്റ്റെല്ലാം മാറിയിരിക്കുകയാണ്. അച്ഛൻ്റെത് കണ്ണിൻ്റെ പവർ കൂടിയിട്ടുണ്ട്. ഇത് 6 കൊല്ലം മുമ്പുള്ള പവറാണിത്. അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്. ഇപ്പോഴത്തെ വേറെയാണ്. ഇപ്പോഴത്തെ കണ്ണടയ്ക്കുള്ള ടെസ്റ്റ് അച്ഛൻ 4 മാസം മുമ്പ് നടത്തിയതിൻ്റെ കണ്ണട തന്നിട്ടുണ്ട്. അതിവിടെ ഉണ്ട് നോക്കാൻ പറഞ്ഞ്. ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഉണ്ട്, സ്റ്റോറിൽ അത് ഇരിപ്പുണ്ട്. ആ പുതിയ കണ്ണട മേടിച്ചിട്ട് സ്റ്റോറിൽ ഇരിപ്പുണ്ട്. പഴയ കണ്ണടയെ വെച്ച് കണ്ണും കളിച്ച് നടക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈച്ച അല്ലാതെ മാതാവ് ഒരു പണി ചെയ്തിരിക്കണത് എന്താണ്, ഞാൻ കണ്ണട മാറ്റുകയെന്ന് അമ്മയ്ക്കറിയാം. കാരണം കാശ് കൊടുത്ത് മേടിച്ച സാധനം മാറ്റുകയില്ല. അതുകൊണ്ട് ഈ സാധനം തല്ലിപ്പൊട്ടിച്ചാൽ മാത്രമേ ആ പഴയ കണ്ണടത്ത് വെക്കത്തുള്ളൂ, കണ്ണട അന്വേഷിക്കത്തുള്ളൂ. നോക്കിയേ, ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ സ്നേഹിക്കണത്. ഇത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിലുണ്ട്. ഒരു കാര്യം പോലും, നിങ്ങളുടെ നിസ്സാര കാര്യം പോലും നമുക്ക് ഈ അനുതാപം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദൈവസ്നേഹത്തെക്കുറിച്ച് അനുഭവിച്ച് കഴിയുമ്പോഴാണ് ഇത്ര നല്ല ദൈവത്തോട് ഞാൻ അപരാധം, ആ വാക്ക് കേട്ടില്ല എന്ന് നോക്കണം. അവിടെ ഒരു അനുതാപം. അപ്പോൾ അനുതാപം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകത്തില്ല. എങ്ങനെ ഉണ്ടാകും? ദൈവസ്നേഹം കൂടണം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, എനിക്ക് അനുതാപം ഉണ്ടാകാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോടും ഞാൻ ഇന്നു ചെയ്തു നന്ദി ചൊല്ലേണം. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ
നിന്നെ മുമ്പിൽ കാഴ്ചയേകാം. ഇത്ര നല്ല ദൈവത്തോടും ഞാൻ ഇന്നു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്നെ മുമ്പിൽ കാഴ്ചയേകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സഹായം ഇപ്പോൾ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയണം, സഹായകനായ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, എന്നെ കർത്താവ് സ്നേഹിച്ച അതെല്ലാം എന്നെ അനുസ്മരിപ്പിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞ സഹായകനായ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, എന്നെ കർത്താവ് സ്നേഹിച്ച സാഹചര്യങ്ങളെയും സമയങ്ങളെയും എന്നെ അനുസ്മരിപ്പിച്ച് തരണമേ. അപ്പൊ അത് ഇന്ന ജാതി എന്നൊന്നുമില്ല, ആരെ വേണമെങ്കിലും ദൈവം സഹായിക്കും. നമുക്കൊരു അനുതാപം ഉണ്ടായാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം പറഞ്ഞ കക്ഷിയുടെ പേര് അതായത് സ്മിത മാർട്ടിൻ. സ്മിത മാർട്ടിൻ്റെ പ്രശ്നം, അവൾക്ക് അധികം പൈസയൊന്നും ഇല്ല. IELTS എഴുതി കുറച്ച് കാശ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി IELTS എഴുതണോ അതോ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്നാണ് സ്മിത ചോദിക്കണത്. അപ്പോൾ അത് ഓഫീസിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ചീട്ട് വേണം, അച്ഛനെ കാണണം, അച്ഛനോട് ചോദിക്കണം IELTS എഴുതണോ അതോ ഞങ്ങൾ വേറെ വല്ല കോഴ്സും ചെയ്യണം, മെസ്സേജ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്മിതയ്ക്ക് ഉടമ്പടി ഇല്ലാത്ത കൊണ്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞ് നീ ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ, നീ 18 വയസ്സ് കഴിഞ്ഞതല്ലേ, നീ ആദ്യം ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വിഷയം സംസാരിക്കാമെന്ന് പറഞ്ഞു. അവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മയ്ക്ക് ഉടമ്പടി ഉണ്ട്. പക്ഷേ ഇത് ഇവളുടെ പ്രൈവറ്റ് കേസായത് കാരണം അവൾക്ക് വയസ്സ് 18 കഴിഞ്ഞ കാരണം ഉടമ്പടി എടുക്കാൻ ബാധ്യതയാണ്. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഉടനെ വീണ്ടും പറഞ്ഞു നമുക്കിനി മെസ്സേജ് ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഇല്ലല്ലോ, ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിലല്ലേ അച്ഛൻ്റെ അടുത്ത് വരാൻ പറ്റത്തോ, രേഖ വേണ്ടേ. അപ്പോൾ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ വരാം. അപ്പോൾ എന്തിൻ്റെ ഹോൾ ടിക്കറ്റാണ് അറിയത്തില്ല, എങ്ങനെ അറിയും. അപ്പോൾ പറഞ്ഞ് അപ്പോൾ അമ്മയും മകളും കൊണ്ട് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യേ. അമ്മയും മകളും കൊണ്ട് ഡിസ്കസ്സാണ്, എങ്ങനെയാണ് നമ്മൾ IELTS എടുക്കണം. അപ്പോൾ അവൾ പറഞ്ഞ് അമ്മ പറയണം ഞാൻ എടുത്തോളാം, കാര്യം കാശ് കുറേ ചിലവാകും, 10-35,000 രൂപ ചിലവാകും. അപ്പോൾ അമ്മ പറയും ഇനിയും കാശ് കളയാൻ ഞാൻ കുടുംബത്തിലുണ്ട്. അപ്പോൾ അമ്മ പറയാതെ ഞാൻ എടുക്കത്തില്ല, അപ്പനോട് ചോദിക്കണ്ടേ. അപ്പോൾ പറഞ്ഞ് നമ്മൾ ജയിക്കുമെങ്കിൽ എടുത്താൽ മതിയല്ല, ഇത് നമ്മൾ ജയിക്കുമെങ്കിൽ IELTS എടുത്താൽ മതിയല്ലേ, വെറുതെ കാശുകളുടെ കാര്യമുണ്ട്. അത് മകൾ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയും എടി നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ അമ്മ നമ്മളോട് പറയും എന്തെടുക്കണമെന്ന്, നീ നോക്കിക്കോ എന്ന് പറയും. നീ നോക്കിക്കോ. അപ്പോൾ അമ്മയ്ക്ക് ദർശനവരം കിട്ടി ഉടനെ. അതാ പറയണത്, ഈ ദർശനവരം എന്നൊക്കെ പറയണത് നിങ്ങൾ ഓർക്കണം, ദൈവത്തെ ആത്മാർത്ഥവും അനുതാപത്തെ അന്വേഷിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കും. നമ്മുടെ വിഷയം സഹായമല്ലേ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അമ്മയെ സഹായിച്ചു. അമ്മയ്ക്കൊരു ബോധ്യം കിട്ടി. അമ്മ ഉടനെ പറഞ്ഞു നീ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ, നീ എടുക്കേണ്ട വിഷയം പരിശുദ്ധ അമ്മ കൃപാസൻ മാതാവ് തന്നെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഇവൾ പറഞ്ഞ് എനിക്ക് മനസ്സിലായി, എന്നോടും അമ്മ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞു നിന്നോട് എന്താ അമ്മ പറഞ്ഞത്? അല്ല അമ്മയോട് എന്താ പറഞ്ഞത്? അപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പം നീ ഉടമ്പടിയുടെ താഴെ വന്നിട്ട് മാതാവിന് അവിടെ പോകുകയല്ലേ, പ്രദക്ഷിണത്തിൽ പോകുകയല്ലേ, അപ്പം മാതാവിന് നിൻ്റെ കൈ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നീ IELTS എടുക്കണമെന്നാണ്. അതാണ് അമ്മക്ക് കിട്ടിയ വെളിപാട്. ഉടനെ ഇവൾ പറയും എനിക്കും കിട്ടിയത് അതാണ് അമ്മ എന്ന് പറയും മാതാവിന്. പക്ഷെ മാതാവിനെ കിട്ടാൻ പാടാണ്. 25 പേരുണ്ട് ആ ഗ്രൂപ്പിൽ. 25 പേരിൽ ഇവൾക്ക് ഇവളെടുക്കണ ലോട്ടിൻ്റെ അകത്ത് മാതാവ് ഉണ്ടാകണം. ആ ഒരൊറ്റ തെളിവേ ഉള്ളൂ. അപ്പോൾ ഇവർ ചെന്ന് ഇവളുടെ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അവൾ അവിടെ സ്റ്റേജിൽ പോയി ലോട്ട് കിട്ടിയപ്പോൾ ഇവൾക്ക് മാതാവിനെ കിട്ടി. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാതാവിനെ പിടിച്ചുകൊണ്ട് മുത്തുക്കുടയുടെ താഴെ കൂടി വരണമ്പോൾ അമ്മ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വെച്ചാൽ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ മകളുടെ കൈ മാതാവ് ഇരിക്കണം. എൻ്റെ അമ്മയെന്നും പറഞ്ഞ് ഇവർ പെസര് പോലെ ഓടിച്ചെന്ന് മാതാവിനെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ച്. അമ്മേ ഞങ്ങളെ വിട്ടുപോയിട്ടില്ലല്ലേ. അപ്പോൾ പറഞ്ഞു ഇനി എത്ര 1000 രൂപ പോയാലും കുഴപ്പമില്ല, നമ്മൾ IELTS പാസ്സാകുന്നു. അതാ വിഷയം. അത് തീരുമാനം കണ്ട ഇത് അന്തർദർശനമെന്ന് പറയും. അന്നാളുകളിൽ നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണുമെന്ന് പറഞ്ഞില്ലേ. പിതാക്കന്മാർക്ക്
സ്വപ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണത്. ഒന്ന് എടുത്ത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജോയൽ 2:28. ജോയൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് പറഞ്ഞ അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതെന്ന് പറയുന്നത് സഹായമാണ്. നമ്മുടെ സബ്ജക്റ്റ് സഹായമല്ലേ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ദൈവം നമ്മളെ സഹായിക്കുകയും, അപ്പോൾ സഹായിക്കണം. ഉടമ്പടിയിലാണെങ്കിലുണ്ടല്ലോ സഹായം പെട്ടെന്ന് കിട്ടണത്. എന്താ കാര്യം? അപ്പോൾ അമ്മയ്ക്കും മകൾക്കും ഒരേ സമയം തന്നെ ദർശനം കൊടുത്തു. ഞാനാണ് നിങ്ങളുടെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം കറക്റ്റായിരിക്കുമെന്ന്. പക്ഷേ ഇവൾ തോറ്റുപോകും IELTS എഴുതി. അപ്പോൾ ഇവർക്ക് അപ്പനും മകൾക്കും അമ്മയ്ക്കും എല്ലാം സങ്കടം. പക്ഷേ അപ്പം പറയും നോ നോ നോ, അമ്മ പറഞ്ഞിട്ടല്ലേ നമ്മൾ IELTS എടുത്തത്. അപ്പോൾ നിങ്ങളിങ്ങനെ വിശ്വാസിച്ച് നിൽക്കണ കാണുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കും എന്താ സങ്കടം ഇങ്ങനെ IELTS തോറ്റു എന്ന് പറയും. തോറ്റു എന്ന് പറയുമ്പോൾ അത് റീവാലുവേഷൻ കൊടുത്താൽ പോരെ. അപ്പോൾ റീവാലുവേഷൻ ഉണ്ടാകും കൊടുക്കുക. അതിവർക്ക് അറിയത്തില്ല. എല്ലാവർക്കും അറിയാം, പക്ഷേ ഇവർക്ക് അറിയത്തില്ല റീവാലുവേഷൻ കൊടുക്കണമെന്ന്. റീവാലുവേഷൻ കൊടുക്കണമെങ്കിൽ പിന്നെ അത്രയും കാശ് തന്നെ അടക്കണം. അത്രയും അടക്ക് വീണ്ടും നമ്മൾ ഈ പേപ്പർ അല്ലെങ്കിൽ സൈറ്റ് നോക്കാൻ കൊടുക്കണം. അപ്പോൾ അത്രയും പൈസ അടച്ചിട്ട് അപ്പം പറയും കുഴപ്പമില്ല, മാതാവാണല്ലേ നമ്മളോട് IELTS എടുക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് റീവാലുവേഷൻ കൊടുക്കുമ്പോൾ ഇപ്പം നീ എഴുതിയപ്പോൾ തോക്കുമെന്ന് ഉറപ്പല്ലേ, എഴുതിയപ്പോൾ തോറ്റു. ഇനി നീ റീവാലുവേഷൻ ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിൻ്റെ കഴിവല്ല, അമ്മയുടെ കൃപയാണെന്ന്. അതുപോലെ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴുണ്ട് അവൾ ജയിച്ച്. അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഉടമ്പടി എന്ന് ഓരോ ഉടമ്പടിയും ഓരോ ദൈവാനുഭവത്തിൻ്റെ സുവിശേഷമാണ് എല്ലാം. പക്ഷേ ഇത് ഫോളോ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻറ്റേരിയം പീരീഡിന് വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് ദൈവവുമായിട്ട് നിങ്ങൾ നീങ്ങിയാൽ ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ ദൈവമായിട്ട് നിങ്ങളായിട്ട് ചെയ്യത്തില്ല. ഇതിപ്പോൾ ദർശനങ്ങളിലേക്ക് പോയില്ല, അവർ പ്രവചനങ്ങളിലേക്കും ദർശനങ്ങളിലേക്കും പോകണില്ല. വലിയ കാര്യങ്ങളാണ്. ഇതിന് വലിയ കാര്യങ്ങളെന്നാണ് പറയണത്. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും ഇതിനൊക്കെ വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്യും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 1:50. യോഹന്നാൻ 1:50. യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു. അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. പ്രൈസ് ദി ലോർഡ്. അതായത് സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത്. അപ്പോൾ സ്വർഗീയമായ മേഖലയിലെ അതുപോലെ തന്നെ പ്രവചനങ്ങൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നീ ഉടമ്പടിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു മകള് ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞത്, അവളുടെ കോളേജിൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കോളേജിൻ്റെ വാതിക്കൽ മഴവില്ല് തെളിഞ്ഞു നിൽക്കുന്നു. അവൾ ഉടനെ മൊബൈൽ എടുത്തിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു, അമ്മേ ഉടമ്പടി എടുത്തല്ലേ, അമ്മ മഴവില്ലുമായി എൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന്. അതായത് അടയാളം കണ്ടുകൊണ്ടേയിരിക്കും, വലിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ബൈബിൾ എപ്പോഴും പറയണത് കാണുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്, അവനെ കേൾക്കുന്ന കാര്യങ്ങളും. ഉടമ്പടിക്ക് രണ്ടുമുണ്ട്. ഉടമ്പടിക്ക് 3 കാര്യങ്ങളുണ്ട്. കാണുന്ന കാര്യങ്ങളുണ്ട്, കേൾക്കുന്ന കാര്യങ്ങളുണ്ട്, പിന്നെ എന്താണ്, ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ദൈവമായിട്ട് ഇടപെടുന്നതെല്ലാം ഈ ഒരു 3 ഘട്ടങ്ങളെയും അഡ്രസ്സ് ചെയ്യേണ്ടി വരും. കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യത്തിൻ്റെ അകത്തെല്ലാം ഇതെല്ലാം സാക്ഷ്യത്തിലേക്ക് നമ്മൾ നയിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് കൺകർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ പ്രാർത്ഥന മാത്രം കൊണ്ടിരുന്ന സാക്ഷ്യം ഉണ്ടാകത്തതെന്നായി പറയണതിൻ്റെ അർത്ഥം. പിടിയാ, നിങ്ങൾക്ക് പലർക്കും അബദ്ധം പറ്റണത് ചുമ്മാ ഇത് പ്രാർത്ഥനയാക്കി മാത്രം കളയും. പ്രാർത്ഥനയല്ല, പിന്നെന്താണ്, അതിൻ്റെ അകത്ത് പ്രവർത്തനങ്ങളുണ്ട്, പ്രഖ്യാപനങ്ങളുണ്ട്. സ്തുതിയുടെ മക്കളെ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 2:21 എടുത്ത്. 2 രാജാക്കന്മാർ 2:21. അവൻ ഉറവയ്ക്കടുത്തു ചെന്ന്, അതായത് ഇസ്രായേൽ ജനം വഴിമധ്യേ ഒരു ഉറവയിലെത്തിയപ്പോൾ അത് കുടിച്ചവർക്ക് ഭയങ്കര കയ്പ് തോന്നി. അതാണ് വിഷയം.
വായിച്ചോളൂ. ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു. ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു. കർത്താവ് അരുൾ ചെയ്യുന്നു. പറഞ്ഞേ, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. അതായത് ഉപ്പിട്ട് കഴിയുമ്പോൾ എന്താ പറയുക, ഉപ്പ് ഇടണത് എന്താണ്? പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ തന്നെ പ്രഖ്യാപനം ഇരിപ്പുണ്ട്. എന്താണ്? ഒന്നുകൂടി വായിച്ചേ. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന്, വിഷം പിടിച്ച ഉറവയ്ക്ക് അടുത്ത് ചെന്നിട്ട്, വിഷമുള്ള ഉറവയ്ക്ക് അടുത്ത് ചെന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു. കർത്താവിന്റെ നാമത്തിൽ ഉപ്പിട്ടുകൊണ്ട് പറഞ്ഞു. എന്താണ്? കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. അതായത് കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതിന് മരണത്തിന് കാരണമാവുകയില്ല, ഫലശൂന്യതയ്ക്ക് കാരണമാവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പ് ഇടണത് പ്രയോഗവും മരണത്തിന് കാരണമാവുകയില്ല എന്ന് പറയുന്നത് പ്രഖ്യാപനവുമാണ്, ദൈവത്തിലുള്ള പ്രഖ്യാപനവുമാണ്. ഇതുകൊണ്ടാണ് ചില ആൾക്കാർ പണ്ട് പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ ആൾക്കാരത് ഓവറായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ പത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സിഡാക്കി കളഞ്ഞത്. പക്ഷേ എന്നാലും ഉപ്പ് ഇപ്പോഴും ഇടുന്നുണ്ട് ആൾക്കാർ. മാവ് പൂത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി അവർ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങളെ തിരക്കാനോ പറയാനോ അന്വേഷിക്കാനോ ഞങ്ങളെ റെക്കമെൻഡ് ചെയ്യാനോ ആരുമില്ല എന്ന് പറഞ്ഞാൽ പരീക്ഷ ഹോളിലും ആൾക്കാർ കൊണ്ടുപോയി ഉപ്പ് പ്രയോഗിക്കും. എന്താ കാര്യം? കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കിത് തോൽവിക്ക് കാരണമാകുകയില്ല. പ്രഖ്യാപനമാണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ദൈവമായി, പക്ഷെ അങ്ങനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവമായിട്ട് നമ്മൾ അമീക്കബിൾ റിലേഷനിലേക്ക് വന്നു, നമ്മൾ ദൈവമായിട്ട് ഒരു സംശയമില്ലാത്ത ഒരു ബന്ധം, സംശയമില്ലാത്ത എപ്പോഴും വരണത് ഉടമ്പടിക്ക് വേണ്ട വിശ്വാസം, സംശയമില്ലാത്ത വിശ്വാസം വരണം. റീഡിയ, നിങ്ങൾക്ക് ഉടമ്പടിയിൽ ഈ പ്രഖ്യാപനം ഭരിക്കാത്തതിൻ്റെ കാരണം സംശയത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഉപ്പൊക്കെ ഇടുകയെ, പക്ഷേ ചിലത് ഭരിക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പം അത് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ സംശയം നീക്കാൻ വേണ്ടി പ്രത്യേകം ആന്തരിക അഭിഷേക അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു ഫെയ്ത്തുണ്ട്. ബൈബിളിൽ വലിയ വിശ്വാസം എന്നൊക്കെ പറയും, പക്ഷേ അനോയിൻറ്റഡ് ഫെയ്ത്താണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് 10% ഫെയ്ത്ത് ആയിരിക്കും. കണ്ടൻറ്റ് വൈസ് 100% ഫെയ്ത്ത് വിശ്വാസം തന്നെയായിരിക്കും. അതിൻ്റെ അകത്ത് സംശയം ഉണ്ടാകത്തില്ല. പത്തോസിന് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിലും പക്ഷേ പെട്ടെന്ന് കാല് നനഞ്ഞപ്പോൾ കാറ്റ് പിടിച്ചപ്പോൾ പുള്ളി താഴെപ്പോയില്ല, ടക്കോന്നും താഴെപ്പോയി. അപ്പോൾ കർത്താവ് എന്താ ചോദിക്കണത്? അല്പവിശ്വാസി. അതാണ് ചോദിക്കണത്. എന്താണ് കാര്യം? സംശയിച്ചത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അല്പവിശ്വാസി. മത്തായി 14:31. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അപ്പോൾ ഈ പ്രയോഗം നടത്തുന്നവരില്ലേ, കാശുരൂപത്തിൻ്റെ ഉപ്പിൻ്റെയും ഒക്കെ പ്രയോഗങ്ങൾ നടത്തുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസത്തിൻ്റെ അകത്ത് ആ വിശ്വാസം കണ്ടന്റ് അല്പം മാത്രമുള്ള വിശ്വാസമുണ്ട്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? അല്പവിശ്വാസി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അല്പം മാത്രം വിശ്വാസം, ബാക്കിയുള്ള എന്താണ്? സംശയം. അതാണ് വിഷയം. അതാണ് അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്ത്? അപ്പോൾ വിശ്വാസമുണ്ട്, പക്ഷേ ഒരു 30% 50% വിശ്വാസമുണ്ട്. പക്ഷേ 50% എന്താ ഉള്ളത്? സംശയമാണ്. ഇന്നലെ വേറെ ഒരു ലേഡിയുടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാക്ഷ്യം ജിസ്മി മേരി റെജി എന്നുള്ള ഒരു മകള് സാക്ഷ്യം വെച്ചിട്ടുണ്ട്. അവളുടെ സാക്ഷ്യത്തിന് തോന്നിയിരിക്കുന്നത്, അവളെ പഠിച്ചത് സൈക്കോളജിയാണ്. പക്ഷെ ഒരു നിമിഷം ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ ഉടമ്പടിയിലാണ്. പക്ഷേ സൈക്കോളജിയുടെ ഉപരിപഠനം എടുത്ത് ഡോക്ടറേറ്റ് എടുത്തിട്ട് കോളേജൊക്കെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ആ മേഖലയിൽ കൗൺസിലിംഗ് ഒക്കെ എടുത്ത് പോവുക എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ പണ്ട് മുതലെയുള്ള ഇവളുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഒരു പെർപ്ലക്ഷൻ ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതുകൊണ്ട് ഗതി പിടിക്കുമോ, എൻ്റെ കുടുംബത്തിലെ കടങ്ങളെ പരിഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഡൗട്ടായി കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഇവിടെ തീരുമാനം എടുത്ത് പറഞ്ഞ് നേഴ്സിംഗ് പറ്റേ പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. കാര്യം ഇവൾ സൈക്കോളജി എന്ന് പറഞ്ഞ് കെട്ടിച്ചാടിയ കാരണം അമ്മ പിന്നെ ഭയങ്കര സങ്കടപ്പെട്ട് ജീവിക്കുകയാണ്. അവൾ ഇസ്രയേലിലാണെങ്കിലും ഈ മകളുടെ പഠനത്തിൽ അവൾക്ക് അത്രയ്ക്ക് അവളുടെ ഒരു കപ്പാസിറ്റി, സൈക്കോളജിക്ക് എടുക്കുന്നവർക്ക് വേറെ ഒരു കരിബറല്ലേ, വേറെ കപ്പാസിറ്റിയാണ്. ആ ഒരു കപ്പാസിറ്റി ഇവർക്ക് ഇല്ലല്ലോ എന്ന് എന്തോ അവർക്കൊരു അസ്വസ്ഥത.
പക്ഷേ ഇവിടെ നേഴ്സിംഗ് എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആസ്ട്രേലിയയിൽ പോയി മകളെ എന്ന് പറഞ്ഞു. ആസ്ട്രേലിയയിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ആസ്ട്രേലിയയിൽ പോകാൻ നേരത്തെ ഇവളുടെ CV മാർക്കിസ്റ്റും അയച്ചു കൊടുത്തു. പക്ഷേ ആദ്യമൊക്കെ ഇവൾ വിചാരിച്ച കോളേജിൽ കിട്ടാൻ വേണ്ടി ഇവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ ആ കോളേജിൽ കിട്ടണില്ല. പക്ഷേ പെട്ടെന്ന് ഈ ഉടമ്പടി എടുത്ത് പ്രെയർ തുടങ്ങിയപ്പോൾ തന്നെ ആസ്ട്രേലിയയിൽ നിന്ന് ഇവൾ പറഞ്ഞ കോളേജിൽ നിന്ന് ഇവർക്ക് ഒരു ഓഫർ ലെറ്റർ വന്ന് അത് ഓക്കെ ആയി. പിന്നെ ബാങ്ക് ലോണും ഒക്കെ ഓക്കെ ആയി. പെട്ടെന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് പറയണ അത് എൻ്റെ നല്ല മാർക്കാണ്. അപ്പോൾ എനിക്കെൻ്റെ നല്ല മാർക്കുള്ളത് കൊണ്ടാണ് എനിക്ക് ആദ്യം യേശുവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഇവിടെ കളം മാറി. അങ്ങനെയാണല്ലോ ഈ പല ആൾക്കാർക്കും സംഭവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ യേശുവേ സ്തോത്രം സൂത്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ അടിമനസ്സിൽ ഇവർ പറയും ഇത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും. ഇവർക്ക് അങ്ങനെ സംഭവിച്ചിരുന്നില്ല. ആരാണത്? അവളുടെ അതായത് ജുസ്മേരിക്ക് എന്താ പറയണത്? ഇത് എൻ്റെ മാർക്ക് ഹൈ മാർക്കല്ലേ, എബവ് 90 മാർക്കുണ്ട്, എബവ് 90% മാർക്കുണ്ട്. അപ്പോൾ എൻ്റെ മാർക്ക് കണ്ടിട്ട് അവർ മലന്ന് പോയി കാണും, അതുകൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ എന്ത് പറ്റി? ദൈവം ചെയ്ത് ദൈവം ഞൊട്ടി. കണ്ടാ സംഭവം കണ്ടാ? അപ്പോൾ ഇങ്ങനെ ഉള്ളിലിരിപ്പ് ചില ആൾക്കാർക്കുണ്ട്. ഉള്ളിലിരിപ്പ് നിങ്ങളെ പുറത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും നിങ്ങളുടെ ഉള്ളിലിരിപ്പ് നിങ്ങളുടെ കേമത്വം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അപ്പം നിങ്ങൾക്ക് ചെറുക്കനെ കിട്ടിയ ഒരു കല്യാണം പെണ്ണിനെ കിട്ടിയ അതൊക്കെ എൻ്റെ കഴിവും എൻ്റെ സർവീസും എൻ്റെ ശമ്പളവും എൻ്റെ സൗന്ദര്യം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉള്ളിൽ നിങ്ങൾ അങ്ങനെ ധരിക്കും. അതോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും. എന്താ കാര്യം? പിന്നെ ഈ പേപ്പർ ഡീഡ്ക്ക് ദൈവം മഷിയിട്ടൊക്കെ കാണത്തില്ല. എന്താ കാര്യം? ദൈവത്തിനറിയാം നീ എന്ത് അഭ്യാസം ദൈവത്തെ വെച്ച് നേടിയാലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നിൻ്റെ ക്രെഡിറ്റിലേക്ക് നീ കൊണ്ടുവരുമെന്ന്. മനസ്സിലായി? ഇത് ഈ ഉടമ്പടിയിൽ ഏറ്റവും വരാൻ പോകുന്നൊരു അപകടമാണത്. നിങ്ങളെ ഒരു വിശ്വാസം നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ആ വിശ്വാസം കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ പണ്ട് കുറുക്കൻ നീലച്ചായത്ത് വീണ പോലെ മഴ പെയ്ത് കഴിയുമ്പോൾ ഭഗവാൻ ലക്ഷണം മാറി, പഴയ കുറുക്കനായി വരും. ആദ്യം കൃഷ്ണനാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു, നീലച്ചായത്ത് വീണാണേ. പക്ഷെ പെട്ടെന്ന് മഴ പെയ്യുമെന്ന് ഓർത്തില്ല. അതുപോലെ എന്തെങ്കിലും പ്രയാസം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറി ചിന്തിക്കും, കളം മാറ്റി പിടിക്കും. എന്താണ്? അതിൻ്റെ മാർക്ക് കൊണ്ട് ആണ് ജയിച്ചതെന്ന് പറയും. അതോടുകൂടി പ്രശ്നമായി. എന്താ? അതിനാണ് ഈ അല്പവിശ്വാസം എന്ന് പറയുന്നത്. എന്താ കാര്യം? വിശ്വാസമുണ്ട്, പക്ഷേ ഉള്ളിൽ അടിമനസ്സിൽ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡീപ്പ് പേഴ്സണുണ്ട്. നീ പുറമേ ഇങ്ങനെ ദൈവമാണ് പ്രാർത്ഥന എന്നൊക്കെ പറയുമെങ്കിലും നിൻ്റെ ഉള്ളിൽ നീ ചിന്തിക്കും. എന്താ ചിന്തിക്കണത്? എൻ്റെ മാർക്കും സൂപ്പറായിരുന്നല്ല. അങ്ങനെയുണ്ട് പരിപാടി. എൻ്റെ മാർക്കും സൂപ്പറായിരുന്നല്ല. ഇങ്ങനെ ഒരു സമയത്ത് ചിന്തിച്ചാൽ പിന്നെ ഒരിക്കലും നിനക്ക് അനുദപിക്കാതെ ഇനി ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നീ ദൈവത്തിന് പിടികൊടുത്തു. ഒന്നാമത്തെ ലോക ഇഡിയറ്റാണ് നീ. ബസ്റ്റാണെന്ന് വിളിക്കാത്തത് ബലിപീഠമായതുകൊണ്ടാണ് വിളിക്കാത്തത്. എന്നുവെച്ചാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ലോക ഇഡിയറ്റാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂട്ടുകാരാ വലുതാക്കാതെ വായി നോക്കിക്കളാ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നീ കളം മാറി ചവിട്ടും. അതെൻ്റെ കഴിവ് കൊണ്ടാണ്. പിന്നെ പ്രാർത്ഥന, നിൻ്റെ കഴിവില്ലേ, നിനക്ക് ഇത്രയും മാർക്ക് ആർക്കുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നീ ഫ്ലാറ്റാവും. അതോടുകൂടി പക്ഷേ ഇവള് ഇങ്ങനെ പറഞ്ഞ് വിശ്വാസത്തിൽ അപ്പം ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ വേറൊരു കൂട്ടുകാരത്തെ കണ്ട്. അപ്പോൾ പറഞ്ഞു, എടി നീ നിൻ്റെ കാര്യം എന്തായി? എനിക്ക് ആശ്ചര്യം, ഇന്ന കോളേജിൽ കിട്ടി. അയ്യോ കിട്ടിയാ? എങ്ങനെ കിട്ടി? എപ്പോൾ കിട്ടി? ഇന്നലെ കിട്ടി. ഇന്നലെ കിട്ടിയാ? ഇന്നലെ കിട്ടി? എന്താണ്? ഇല്ല കിട്ടിയില്ല എനിക്ക് കിട്ടിയല്ല. അത് പേപ്പർ കാണിച്ച്. അപ്പോൾ ഇവർ തലക്കെ വെക്കണം. എന്താ പ്രശ്നം വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തായിരുന്നു ആ കോളേജിൽ. ഇവർക്ക് പണി കിട്ടണ വരെ കണ്ടില്ലേ? ദൈവം വിടത്തില്ല, നിന്നെ പുറകെ നടക്കുകയാണ് ഈ പിശാചിൻ്റെ പുറകെ. എന്താ കാര്യം? നീ നിൻ്റെ കഴിവ് കൊണ്ടാണ്, മാർക്ക് കിട്ടിയത് കൊണ്ടാണ് അവിടെ ജയിച്ചതെന്ന് പറഞ്ഞു പോയില്ലേ? അപ്പോൾ ഇനി നിന്നെ കറക്റ്റ് കാര്യം പറഞ്ഞു തരേണ്ട ദൈവത്തിൻ്റെ ചുമതലയല്ലേ? അപ്പോൾ ഒരു കൂട്ടുകാരത്തെ വിട്ടിരിക്കുകയാണ്. കൂട്ടുകാരത്തെ വിട്ടിയപ്പോൾ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് പൂർത്തിയതാണ്, അവിടുത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്തതാണ്. പിന്നെ എനിക്ക് ഇന്നലെ കിട്ടി. അപ്പോഴാണ് ഇവർക്ക് വിഷമമായി, അനുതാപമായത്. ആ അനുതാപം എന്നെ വഴി കണ്ടില്ലേ? അനുതാപം അനുഭവത്തിൻ്റെ വരത്തുള്ളൂ. അപ്പോൾ അനുതാപം വന്നു. അപ്പോൾ അവൾ സോറി പറഞ്ഞു. അവൻ സാക്ഷ്യം ഉടനെ പറഞ്ഞു. സാക്ഷ്യം പറയരുതെന്നും പറഞ്ഞാൽ ഉടമ്പടി എടുത്തത്. പക്ഷേ ഇപ്പോൾ അവൾ സാക്ഷ്യം പറഞ്ഞു. എന്താ കാര്യം? അനുഭവം അത്രമാണ്. കാര്യം എന്താണ്? ക്ലോസായി പോയ അഡ്മിഷന് ഇവക്ക് വേണ്ടി മാത്രം മാതാവ് പുതിയ അഡ്മിഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ആസ്ട്രേലിയയിലേക്ക്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ യോഗ്യത നോക്കാതെ, കുറവുകൾ നോക്കാതെ ഉടമ്പടി വഴി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപാസനമേ
അപ്പം സംശയത്തിൻ്റെ കണ്ടന്റുകളെ കറക്റ്റ് ചെയ്യാൻ നോക്കണം. എപ്പോഴും സംശയം, അതായത് നമ്മളുടെ സംശയം വരുന്നത് കൊണ്ടാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ കളം മാറ്റി ചിന്തിക്കുകയും നിങ്ങളുടെ ക്രെഡിറ്റിലേക്ക് ഈ സംഭവം കൊണ്ടുവരികയും ചെയ്യണത്. ദൈവം ഒരിക്കലും ഇങ്ങനെ നൽകിയ അനുഗ്രഹം എപ്പോഴും നോട്ട് ബൈ മെറിറ്റിലേക്ക് നൽകണത്. അതാണ് പ്രശ്നം. ഈ സംശയം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തരണമെങ്കിൽ സ്വാഭാവികമായിട്ട് കിട്ടാത്ത കാര്യങ്ങളാണ് ദൈവം തരണത്. ദൈവം അല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടായിട്ടവർക്ക് തരണത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിക്കെതിരായ പാപമായിട്ട് മാറും. അത് പരിശുദ്ധാത്മാവിനെതിരായ പാപം പോലെ പറഞ്ഞ പോലെ ഉടമ്പടിക്കെതിരായ, ചില അച്ഛന്മാർ ചോദിക്കും ഉടമ്പടിക്കെതിരായ പാപങ്ങളോ, എന്നാ ഉടമ്പടി, ആരുടമ്പടി എടുത്തു, എന്ത് പാപം എന്നൊക്കെ ചോദിക്കും. അതുമായി ഇവരൊക്കെ അറിയാൻ മേലാതെ പറയണതാണ്. ഉടമ്പടി എടുത്ത് ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സംശയങ്ങൾ വരികയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൈപ്പറ്റുകയും അതേസമയം തന്നെ നിനക്ക് നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ കഴിവല്ലാതെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിനക്കൊരു ആനുകൂല്യം കിട്ടിയിട്ട് പിന്നീട് കളം മാറ്റി ചവിട്ടി അത് നിൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഉടമ്പടിക്കെതിരായ പാപമായി മാറും. അങ്ങനെ ഉടമ്പടിക്കെതിരായ പാപങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കേണ്ടതാണ്. കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ജോസഫച്ചനോടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചെയ്ത ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ മേലെ തുടർ നടപടികൾ ഉണ്ടാകണം. നിങ്ങൾ വിശുദ്ധി ജീവിക്കണം, അനുതാപത്തോടെ ജീവിക്കണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മേഖലയിലായിരിക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആഴമായ അനുതാപം നൽകണമേ. അനുതാപത്തിനൊത്ത പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുവാൻ എല്ലാവരും നിൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക്. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദം ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും, വിധത്തിൽ യേശു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും, വിധത്തിൽ യേശു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴലിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ ദൈവസത്യം. ദൈവത്തിന്റെ മഹത്വം നിഴലിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ ദൈവസത്യം. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദം ചെയ്യാൻ പോകുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾക്ക് ആഴമായ അനുതാപം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറിയിരിക്കുന്നു ദൈവമേ. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറിയിരിക്കുന്നു ദൈവമേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും.
ദൈവത്തിന്റെ വചനം വന്നു ചേരുന്നു കല്ലുമാറി കരളിൽ കൃപ നീങ്ങി വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാം ചെയ്യാൻ പോകുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, എല്ലായ്പ്പോഴും ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും നിന്റെ മുമ്പിൽ തന്നെ വ്യാപരിക്കുവാൻ, കുറ്റമറ്റവരായി വിശുദ്ധിയോടുകൂടി വ്യാപരിക്കുവാൻ ഈ ആരാധനയോടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന തിരുവചന വെളിപാടിലൂടെ ഈശോയെ നിന്നിൽ മാത്രം ആശ്രയം വെച്ച് ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും തലവർ പൊട്ടിക്കാൻ ദൈവം നിന്നടയച്ചിടും ഇടവും ബലവും ദൂതന്മാരാ നിന്നെ നയിച്ചിടും തലവർ പൊട്ടിക്കാൻ ദൈവം നിന്നടയച്ചിടും ഇടവും ബലവും ദൂതന്മാരാ നിന്നെ നയിച്ചിടും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദം ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദം ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദം ചെയ്യാൻ പോകുന്നു ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്കും ജീവിത ദുരിത തടസ്സ നിവാരണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ആദ്യമായി തന്നെ അഭിഷേകത്തോടെ അച്ഛൻ പറയുന്നത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ,
ചെകിടന് കേട് നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, മഹോദരരോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, തളർവാദരോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിന് നിന്റെ തിരുനാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന നിന്റെ തിരുമുറിവാർന്ന വലത് കരം വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമേ. നീട്ടണമേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ അങ്ങയുടെ തിരുമുറിവാർന്ന തിരുമുറിവാർന്ന വലത് കരം വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമേ. നീട്ടണമേ. സന്ധിബന്ധങ്ങളില് സന്ധിബന്ധങ്ങളില് കർത്താവിന്റെ രക്തം നിറയട്ടെ. കർത്താവിന്റെ രക്തം നിറയട്ടെ. മാംസപേശികളില് മാംസപേശികളില് കർത്താവിന്റെ രക്തം നിറയട്ടെ. കർത്താവിന്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളില് രക്തഞരമ്പുകളില് കർത്താവിന്റെ രക്തം നിറയട്ടെ. കർത്താവിന്റെ രക്തം എല്ലാ നിറയട്ടെ. കോശങ്ങളും എല്ലാ കോശങ്ങളും യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തിൽ തുള്ളിച്ചാടട്ടെ. തുള്ളിച്ചാടട്ടെ. എല്ലാ കോശങ്ങളും എല്ലാ കോശങ്ങളും ഹല്ലേലൂയ പാടി ഹല്ലേലൂയ പാടി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കുതിച്ചു ചാടട്ടെ. കുതിച്ചു ചാടട്ടെ. യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള് മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തിൽ തീരാവേദികള് തീരാവേദികള് യേശുവിന്റെ നാമത്തില് യേശുവിന്റെ മഹാരോഗങ്ങള് മഹാരോഗങ്ങള് യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാവരേണമേ, എന്നിൽ നിറയണമേ. നാവരേണമേ, സൗഖ്യം നൽകണമേ. നാവരേണമേ, എന്നിൽ നിറയണമേ. നാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, സമാധാനമില്ലാത്ത കുടുംബങ്ങള്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജപ്തി നടപടിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നവര്, സാമ്പത്തിക ബാധ്യതയുള്ളവര്, ജീവിതമാർഗം മുട്ടിപ്പോയവര്, കുഞ്ഞുങ്ങളെക്കുറിച്ച് അവലാതിയും വേവലാതിയും ഉള്ളവര്, കുഞ്ഞുങ്ങളുടെ ദുർഘടമായ ദുരന്തപൂർണമായ ചില ബന്ധങ്ങളും ചില അവസ്ഥകളും കൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ വേർപിരിഞ്ഞ് ജീവിക്കുന്നവർ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടിട്ട് അടുത്ത ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും, അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവരും, അതുപോലെ തന്നെ പലതരത്തിലുള്ള കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഇതുപോലെ വിദേശപരമായ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരും മറ്റു തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി ഉദ്യമിക്കുന്നവർ, ഉദ്യമങ്ങൾ പരാജയപ്പെട്ടതിനും നിരാശകളും നീറ്റലുമായി അനുഭവിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭീഷണികൾ, പലതരത്തിലുള്ള കേസുകൾ, കോടതികൾ, ജയിലിൽ കിടക്കുന്നവർ പോരും. ഈ മേഖലകളെല്ലാം ദൈവത്തിൻ്റെ കരുണ, പരിശുദ്ധ കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ശക്തി ദൈവനാമത്തെ കടന്നു ചെന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ഇടിമുഴക്കം പോലെ അവിടെ എല്ലാം വിടുതൽ ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, മാർഗ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി മുട്ടേ നിൽക്കുക. നിങ്ങൾ ഉടമ്പടി വെച്ച കാര്യങ്ങൾ, ഉടമ്പടിയിൽ വെക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഓൺലൈനിലുള്ളവരെ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് ഏൽപ്പിക്കുക.
ഒരിക്കൽ കൂടി മരിയനോട് ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകുവാൻ, അനുതാപം നിറയുന്ന മനസ്സുമായി നിന്നിലേക്ക് തിരിച്ചു വരുവാൻ ഈശോയെ ഞങ്ങൾക്കൊരു അവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പശ്ചാത്തപിക്കാൻ നീ ഞങ്ങൾക്ക് തന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയതിന് മാപ്പ് ചോദിക്കുന്നു. മേലിൽ ഈശോയെ പശ്ചാത്തപിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ തൽക്ഷണം നിന്നെ അനുധാവനം ചെയ്യുവാൻ, ഈശോയെ നിന്നെ സ്വന്തമാക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് വികാരണ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. 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 ആവേ 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 മരിയ, ആവേ 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 മരിയ. ഒരറിയിപ്പ്. എല്ലാ ദിവസവും രാവിലെ കൃത്യം 5:30 മണിക്ക് നമ്മൾ ഒരുമിച്ചാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നത്. ഏറ്റവും പുതിയ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 20 വർഷം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20 വർഷം തികയുമ്പോൾ ആ തികയുന്നതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രത്യക്ഷ പ്രാർത്ഥനയാണ് പഴയ പക്ഷി. അത് നമ്മൾ പൊതുവെ ചെല്ലണത്, അച്ഛനുമായിട്ട് ചെല്ലുന്ന പ്രാർത്ഥന ഇത്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ചെല്ലണതും കൃപാസനത്തിൽ ചെല്ലണതും പഴയ പ്രത്യക്ഷ പ്രാർത്ഥന തന്നെയാണ്. അതുപോലെ തന്നെ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ അന്നത്തെ ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപ, പരിശുദ്ധ അമ്മയുടെ കൃപാസന അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളുടെ യാത്ര, ജീവിതം, ഇടപാടുകൾ, ചർച്ചകൾ, സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ ക്രയവിക്രയങ്ങൾ, ഇങ്ങനെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയായിരിക്കുന്നോ, ഇന്ന് ഏത് വിഷയത്തിനാണ് കൂടുതൽ കൃപ ആവശ്യമുള്ളത് ആ മേഖല സമർപ്പിച്ചുകൊണ്ട് അന്നന്ന് വേണ്ട ആഹാരം പോലെ അന്നന്ന് പ്രാർത്ഥിക്കുന്നതിനാണ് ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്. അന്നത്തെ മെസ്സേജുകളും കൊടുക്കും. എല്ലാം കൂടി 12 മിനിറ്റേ ഉള്ളൂ. അതിൻ്റെ പേര് അനുദിന അനുഗ്രഹ പ്രാർത്ഥന എന്നാണ്. എല്ലാ ദിവസവും നിങ്ങൾ യൂട്യൂബിൽ 5:30 അച്ഛനുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരൊന്ന് കൈപ്പൊക്കിക്കേ. നമുക്ക് കുറേ അധികം ആൾക്കാർ പ്രാർത്ഥിക്കാത്തവരുണ്ട്. അവർ നാളെ മുതൽ 5:30 എഴുന്നേറ്റ് അച്ഛനുമായിട്ട് പ്രാർത്ഥിക്കുകയും അതുടനെ ഷെയർ ചെയ്യുകയും ചെയ്യണം. അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കണം. അച്ഛൻ ഇടയ്ക്കൊക്കെ വല്ലതും പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോഴും നിങ്ങൾ അച്ഛനെ തന്നെ കാണണം നിർബന്ധമുള്ള ആൾക്കാർ, ചില രോഗികൾ, ചില ഗുരുതരമായ വിഷയങ്ങളുള്ളവർ, അവരുടനെ വിളിച്ച് ചോദിക്കണം, അച്ഛൻ ഇന്ന ദിവസം വരാൻ ആഗ്രഹിക്കുന്നു, എന്ന് വന്നാൽ കാണാൻ പറ്റും ചോദിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ടത്
9447085400 ആണ് നമ്പർ. 9847085400 ആണ് നമ്പർ. ആ നമ്പറിൽ വിളിച്ച് ചോദിക്കണം. ചിലപ്പോൾ കുറച്ച് നേരം വിളിച്ചാലേ കിട്ടത്തുള്ളായിരിക്കും, എന്നാലും വിളിച്ച് ചോദിക്കണം. കാര്യം ഇവിടെ വന്നിട്ട് അച്ഛനില്ല, അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മിക്കവാറും ഇവിടെ ഉണ്ടാകും, പക്ഷെ ചില ദിവസങ്ങൾ ചിലപ്പോൾ പുറത്ത് പോകുമായിരിക്കും. ഞായറാഴ്ച വ്യാഴാഴ്ചയും അച്ഛൻ ആൾക്കാരെ കാണാത്ത ദിവസങ്ങളുണ്ട്, ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഉണ്ടെങ്കിൽ കാണും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സമയത്ത് ചില എമർജൻസി കോള് ഇപ്പോൾ വരുമ്പോൾ ചിലപ്പോൾ അത്യാവശ്യം അത് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ, മരണമോ അതുപോലെ പെട്ടെന്ന് അടക്കമോ ഇല്ലൊക്കെ വന്നാൽ ചിലപ്പോൾ അച്ഛൻ പോയിട്ട് ഉടനെ തിരിച്ചു വരും. പുറത്തുള്ള പരിപാടിയൊന്നും എടുക്കത്തില്ല, ജില്ലയിൽ തന്നെ ഓടി വരാൻ പറ്റിയതേ എടുക്കത്തുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾ പുറത്ത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി വിളിച്ച് ചോദിക്കണം. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അച്ഛനെ കാണുമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉടമ്പടി പുതുക്കിയ പേപ്പർ ഉണ്ടാകണം. പിന്നെ എന്ത് വിഷയമാണ് അച്ഛനോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിൻ്റെ രേഖ ഉണ്ടാകണം. ഇപ്പോൾ കല്യാണം ഒത്തുവരണില്ല, അപ്പോൾ നിങ്ങൾ കല്യാണം ഇപ്പോൾ വിവാഹത്തിനാണ്, പുനർവിവാഹമാണോ, അതോ ഇപ്പോഴേ പുതിയ വിവാഹമാണോ, എത്ര നാളായി, ഇങ്ങനെയുള്ളത് എഴുതി വെക്കണം. ആ എഴുതിയ പേപ്പറാണ് ഞാൻ പരിശുദ്ധ അമ്മയെടുത്ത് കാണിക്കണത്. ചില ആൾക്കാർ അതിന് പകരം അവരുടെ തിരിച്ചറി കാർഡ് കാണിക്കും. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ട പെണ്ണിനെ കാണിച്ചാൽ മതി. ഇവിടെ കാണിക്കേണ്ടത് മാതാവിനെ കാണിക്കേണ്ടത് നിങ്ങളുടെ സങ്കടമാണ് കാണിക്കേണ്ടത്, എന്താ അവസ്ഥയാണെന്ന്. അത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. 35 വയസ്സായിട്ടൊക്കെ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോൾ അവരുടെ സങ്കടം എന്താ. അപ്പോൾ ഞാൻ അതങ്ങനെ തന്നെ അമ്മയെടുത്ത് വെച്ച് പ്രാർത്ഥിക്കണത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയങ്ങൾ. എനിക്ക് തോന്നരുത് നിങ്ങളൊരു ഉഴപ്പാണെന്ന് തോന്നരുത്. എങ്ങാനും നിങ്ങളൊരു ഉഴപ്പാണെന്ന് തോന്നിയാൽ പിന്നെ ഞാൻ ഈ സാധനം എടുക്കത്തില്ല. അത് ആൾക്കാരെ നിപ്പം നിലയും കാണാൻ പറയാതെ ഉഴപ്പാണെന്നുള്ള അറിയാൻ പറ്റും. അതുകൊണ്ട് പരമാവധി ഉടമ്പടി എടുത്തവർ തന്നെയായിരിക്കണം അച്ഛനെ കാണുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ വേറെ ആൾക്കാർ വാടകയ്ക്കൊന്നും കൊണ്ടുവരരുത്. എന്നിട്ട് ചേട്ടത്തിൻ്റെ മക്കളൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അച്ഛനെ കാണാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ചില വിഡ്ഢിയാന്മാർ വന്ന് കാര്യമില്ല, അവിടെ കാശ് പോകുകയുള്ളൂ. നിങ്ങൾ ഉടമ്പടി എടുത്തത് സ്വന്തം മക്കളാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ അവരോട് ഞാൻ ചോദിക്കും, നിനക്ക് ഉടമ്പടി എടുക്കാവില്ല, പിന്നെ നീ എന്താ അമ്മയുടെ ഉടമ്പടിയായിട്ട് വന്നത്, അമ്മയ്ക്ക് ഉടമ്പടിയിൽ നീ എന്താണ് ചെയ്തത്? ഉടനെ അമ്മേനെ വിളിപ്പിക്കും. ഉടനെ ഇവൾ പ്രാർത്ഥിക്കണം, സത്യം പറയണം, ആൾക്കാരെ നിൽക്കുകയാണ്, നിങ്ങളുടെ ഉടമ്പടി മൊത്തം റദ്ദാവും, സത്യം പറയണം. ഇവൾ നിങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾ എവിടെ ഇരുന്ന് അവളില്ല, അവൾ കിടന്ന് ഉറങ്ങുമെന്ന്. ഇത് അതിൻ്റെ പ്രശ്നം. അത് ഞാൻ ഈ വിഷമെല്ലാം കക്കിച്ചിട്ട് മാത്രമേ കറക്റ്റ് ചെയ്യത്തുള്ളൂ ഈ സംഭവം. കാര്യം എനിക്കറിയാം ഇവൾക്ക് ഉടമ്പടിയുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം അവൾക്ക് ഉടമ്പടിയായിട്ട് ബന്ധമില്ല. പരീക്ഷ കാരണം അമ്മയെ ചാരിക്കൊണ്ടുവന്ന് വന്നിരിക്കുന്നതാണ്. അതാണ് പ്രശ്നം. കാര്യം ഇവിടെ എല്ലാ ശുശ്രൂഷ ഉടമ്പടി ബേസാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്ത് സുവിശേഷത്തിന് സാക്ഷിയായി ജീവിക്കുകയാണ്. അവർക്ക് മാത്രമാണ് സർവീസ് ഉള്ളത്. അല്ലാത്തൊരു ബേസിൽ നമ്മൾ എന്തിനാണ് സമയം കളയാൻ? അങ്ങനെ സമയം കളയാൻ ഇല്ല. ഇപ്പോൾ ഈ അച്ഛന്മാരൊക്കെ ഇപ്പോൾ അലസ്യത്തിനൊക്കെ ചിലർ വന്ന് അവിടെ നിന്ന് കാണും. പക്ഷേ കാണുമ്പോൾ തന്നെ എന്താ സംഭവം, അവിടെ കൃത്യമായിട്ട് ഉടമ്പടി ഉണ്ടാണ്. ഉടമ്പടി ഇല്ലാത്തൊരാരും അച്ഛന്മാരുടെ അടുത്ത് വരേണ്ട കാര്യമില്ല. അങ്ങനെ വന്നുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന വിഷയം ഉടമ്പടി എടുത്തില്ലെങ്കിലും കുർബാന അച്ഛനെ കാണാമല്ല, പിന്നെ ഞാൻ ഉടമ്പടി എടുക്കണം. ഉടമ്പടിക്ക് ഭാര്യയായിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാനവിടെ ഇവിടെയുള്ള ലേഡീസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയുള്ള ലേഡീസിന് ഇവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛന്മാരടുത്ത് വരുന്ന ആൾക്കാർ ചെക്ക് ചെയ്ത് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം, ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിന് പ്രത്യേക പദ്ധതിയുള്ള സ്ഥലമാണ്. ദുരന്തം ഉണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട സ്ഥലമാണ്. അപ്പം നമ്മുടെ ദൈവത്തോടുള്ള ബാധ്യത എന്താണ്? അങ്ങനെ ദൈവദൃശ്യനതി ദുരന്തത്തിനെതിരെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ്. അല്ല ആൾക്കാരുടെ വൈദ്യുപിഴപ്പ് മാറ്റി കൊടുക്കുകയല്ല പ്രശ്നം. അങ്ങനെ സമൂഹത്തെ വാർത്തെടുക്കുന്ന സ്ഥലമാണിത്. അല്ല അവിടെ ഇവിടെയും കൊണ്ട് തല കാണിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് വഴിയെ പോണവരൊക്കെ കയറിയോ വണ്ടി നിർത്തിയിട്ട്, അതൊന്നും നടക്കത്തില്ല. നമുക്ക് ദൈവം ഒരു മിഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ വിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഉടമ്പടി എടുക്കാത്തവർ ആ മക്കളുണ്ടെങ്കിൽ അവർ കൊണ്ടുവരുമ്പോൾ അവർ കൊണ്ട് ഉടമ്പടിയുടെ ഭാഗമാക്കാൻ നോക്കണം. അവർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അവർ എപ്പോഴെങ്കിലും എടുത്തോട്ടെ, അവർക്ക് എപ്പോഴെങ്കിലും അവർ എടുക്കുമല്ലോ അവർ, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഒരിക്കലും നമുക്ക് ഉടമ്പടി എടുത്ത് വിശുദ്ധിയോട് ജീവിക്കാനുള്ള വിളിക്ക് അട്ടിമറി ഉണ്ടാക്കരുത്. ചിലപ്പോൾ നമ്മളെ ചിലപ്പോൾ പറയൂ, ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വന്നാലും അച്ഛന്മാർ വന്നാൽ പോലും ഞാൻ അകത്ത് വന്ന് കുർബാന കൂടിയാൽ ഞാൻ സംസാരിക്കത്തില്ല. ഞാൻ ഉടമ്പടി എടുത്താന്ന് ചോദിക്കും അച്ഛന്മാരോട്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാര്യം അവരിവിടെ വരുമ്പോൾ ചൊളിവിന് അച്ഛന്മാരാണെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് അച്ഛനെ കാണാനുള്ള അവസരം ഉണ്ടാകുന്നു. അങ്ങനെ ഇല്ല. അവർ ഉടമ്പടി എടുക്കണം അച്ഛന്മാരായാലും. എടുത്തിട്ട് പിന്നീട് അവരുടെ വിഷയം സീരിയസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കണ്ട് സംസാരിക്കും, അത്രേ ഉള്ളൂ. അപ്പം അത്രയും സീരിയസ് ആണ് വിഷയം. കാര്യം അമ്മ എന്നോടാണ് പറഞ്ഞിരിക്കണത് എന്താണ്, ദുരന്തം ഉണ്ടാകാൻ പോലെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാൻ നടത്തുന്ന ധ്യാന കേന്ദ്രത്തിൽ അമ്മ എന്ത് പറഞ്ഞോ അത് ചെയ്യാനേ ബാധ്യതയുള്ളൂ.
ആ ബാധ്യത അനുസരിച്ചുകൊണ്ട് ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റിയ ആൾക്കാർ കപ്പാസിറ്റി ഉള്ളവരുണ്ടാകണം. അതിന് ദൈവമായിട്ട് ഉടപടിച്ച് ജീവിക്കുന്നവരാണ് ഒരു സമൂഹത്തെ നമ്മൾ വായിക്കുകയാണ് ആ ഒരു മിഷന് വേണ്ടി. അതാണ് വിഷയം. അല്ലാതെ പല ധ്യാനകേന്ദ്രങ്ങൾ പോലൊരു ധ്യാനകേന്ദ്രമല്ല ഇത്. ഇപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം. ഉടമ്പടിയിൽ ഇരിക്കുന്നവരും അടിക്കടി ദൈവത്തിൻ്റെ കൃപയിൽ വളരാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കേണ്ടതാണ്. പ്രത്യേകം ഓർപ്പിക്കുകയാണ്.